സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ തകർച്ചയിലൂടെ പോകുന്നുണ്ടാകാം. ശക്തി ചോർന്നു പോയ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ ആത്മധൈര്യം ചോർന്നു പോയ അനേകം സാഹചര്യങ്ങൾ, ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും, ഇങ്ങനെ ശക്തി ചോർന്നു പോയ പ്രതിസന്ധിയിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, എഫെസൂസ് 6:10 പറയുക, നിങ്ങൾ കർത്താവിലും അവിടുത്തെ കരുത്തിൻ്റെ പ്രാഭവത്തിലും നിങ്ങൾ ശക്തിയുള്ളവരായിട്ട് മാറണം. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുറ്റവരായിട്ട് മാറാൻ പറയുകയാണ്. അപ്പം നമുക്ക് കർത്താവിൻ്റെ ശക്തിയിൽ, കരുത്തിൽ നമുക്ക് ബലമുള്ളവരായിട്ട് മാറാം. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ബലം വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് യേശു തൻ്റെ ജീവിതത്തിൽ ശക്തി സംഭരിച്ചത്? യേശു രോഗികളെ സൗഖ്യപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളത്തിന് മുകളിലൂടെ നടന്നു, അനേകം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. അതിനെല്ലാം എവിടെ നിന്ന് യേശുവിന് ശക്തി കിട്ടി? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹംഗറിയിലെ മിസ്റ്റിക്കായ സിസ്റ്റർ നത്താലിയയോട് ഈശോ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ശക്തി സംഭരിച്ച വിധം ഏതാണ് എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച സകലതും നേടിയെടുത്തത് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും ആയിരുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയുമാണ് പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ശക്തി തൻ്റെ ജീവിതത്തിൽ ലഭിച്ചത് എന്ന് നത്താലിയ എന്ന് പറയുന്ന സിസ്റ്റർ മിസ്റ്റിക്കിലൂടെ ഈശോ വെളിപ്പെടുത്തിയാണ്. എന്നിട്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ധാരാളം ത്യാഗപ്രവർത്തികൾ അനുഷ്ഠിച്ചു. ഈ ലോകത്തിൽ വെച്ച് ഈശോ പറയുക, ഞാൻ ധാരാളം ത്യാഗപ്രവർത്തികൾ അനുഷ്ഠിച്ചു. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ വലിയ കൈപ്പേറിയ അനുഭവവും ക്ഷീണവും നേരിട്ടു. അതുപോലെ തന്നെ രാത്രികളിൽ നീണ്ട സമയം ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ വിധത്തിലുമുള്ള സഹനങ്ങളും ഞാൻ സ്വീകരിച്ചു. അങ്ങനെയാണ് സൗഖ്യപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമുള്ള ആവശ്യമായ ശക്തി പിതാവിൽ നിന്ന് ഞാൻ കൈവരിച്ചത്. ഈശോ പറയുകയാണ്, പിതാവിൽ നിന്നും ഈ ശക്തി കൈവരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പരിഹാരത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ വഴികളിൽ മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ശക്തി ലഭിച്ചത്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ വിശന്നവനായി അനേകം ദിവസങ്ങൾ നടന്നിട്ടുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാഹിച്ചു അലഞ്ഞു നടന്നിട്ടുണ്ട്. ക്ഷീണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞെരുക്കങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഞാൻ കടന്നു പോകുമ്പോഴും ദീർഘസമയം രാത്രികളിൽ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഞെരുക്കങ്ങൾ, നമ്മെപ്പോലെ ഈശോ ഞെരുങ്ങിയിട്ടുണ്ട്. വിശക്കുന്നവനായി മാറി, ദാഹിക്കുന്നവനായി മാറി, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അപ്പം നമുക്ക് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഈശോ പറയുകയാണ്. അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ രാത്രി കാലങ്ങളിൽ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുക, അങ്ങനെയുള്ള പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്നപ്പോൾ പിതാവിൽ നിന്ന് എനിക്ക് ശക്തി കിട്ടി. പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ ശക്തിയാണ് രോഗികളെ സുഖപ്പെടുത്താൻ എന്നെ ശക്തിപ്പെടുത്തിയത്, മരിച്ചവരെ ഉയർപ്പിക്കാൻ എന്നെ ബലപ്പെടുത്തിയത്, പിശാചുകളെ പുറത്താക്കാൻ എന്നെ ശക്തിപ്പെടുത്തിയത് പിതാവിൽ നിന്ന് ലഭിച്ച ഈ ശക്തിയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് തകർന്നു പോകരുത്. ജീവിതത്തിൽ ഞെരുക്കങ്ങളിലൂടെ വരുമ്പോൾ നഷ്ടധൈര്യരായിട്ട് നമ്മൾ മാറരുത്. മനോധൈര്യം നഷ്ടപ്പെട്ടവരായി മാറരുത്. ആത്മവിശ്വാസം ചോർന്നു പോയവരായി നമ്മൾ മാറരുത്. അങ്ങനെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന അനേകം വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. ആത്മവിശ്വാസം ചോർന്നു പോയി എത്ര പേരാ വീട്ടിൽ കുത്തിയിരിക്കുന്നവർ? നല്ല വിദ്യാഭ്യാസമുള്ളവർ,
നല്ല പഠിപ്പുള്ള എത്ര മക്കൾ വീട്ടിൽ കുത്തിയിരിപ്പുണ്ട്. അവരുടെ ആത്മവിശ്വാസം, ആത്മധൈര്യം അവരുടെ ജീവിതത്തിൽ ചോർന്നുപോയി എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള കാരണം. എത്ര പേര് പഠിപ്പ് വേണ്ടെന്ന് വെച്ചു, എത്ര പേര് ആത്മഹത്യയിൽ അഭയം തേടി. ആത്മവിശ്വാസവും ആത്മധൈര്യവും അവരുടെ ജീവിതത്തിൽ ചോർന്നുപോയി. ഒരു പരാജയം സംഭവിച്ചു, ജീവിതത്തിൽ ഞെരുക്കം വന്നു, ആത്മധൈര്യം ചോർന്നുപോയി. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹെബ്രായ ലേഖനം 10:35 ദൈവത്തിന് വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അത് ഹെബ്രായ ലേഖനം 10:35 പറയാം. 10:32 വചനം പറയുന്നുണ്ട്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോടെ കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിൻ്റെ അപകരണവും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിത പ്രതിസന്ധികളെ പൊരുതി നിന്ന് വിജയിച്ചു വരാം. പൊരുതി നിന്ന് വിജയിച്ചു വരാം. അങ്ങനെ പൊരുതി നിന്ന് വിജയിച്ചു വരാം ഇവിടെ ഇരിക്കുന്നവർ പലരും. അതുകൊണ്ടല്ലേ നല്ല ജോലി നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങളുടെ കുടുംബം ഇന്ന് ഈ ലെവലിൽ വളർന്നത്, അതുകൊണ്ടല്ലേ നിങ്ങളുടെ ബിസിനസ്സുകൾ വളർന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ വന്നത്, ഒരു ഭവനം ഉണ്ടാക്കിയത്, മക്കളെ വളർത്തിയത്, വാഹനങ്ങൾ മേടിച്ചത്, ഭൗതികമായ സമൃദ്ധി ഇതുവരെ കിട്ടിയത് നിങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളെ പൊരുതി നിന്ന് നേടിയതുകൊണ്ടാണ്. അപ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെടുത്തരുത്. ഈ ആത്മധൈര്യം നഷ്ടപ്പെടാതെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിങ്ങൾ വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ശക്തി തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ലഭിച്ച ശക്തിയാണ്. പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കാണിച്ച ആ മനോബലമാണ്. ഹെബ്രായ ലേഖനം 2 15 വചനത്തിൽ തിരുലിഖിതം പറയുന്നുണ്ട്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മരണഭയത്തിലൂടെ പോയവരുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ മാരക രോഗം വന്നു, മരണഭയത്തിലൂടെ കടന്നുപോയി. എന്നാൽ ആ മരണഭയം നിങ്ങളുടെ ജീവിതത്തെ എടുത്തു മാറ്റി നിങ്ങൾ പിടിച്ചു നിന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹെബ്രായ ലേഖനം 2:15 പറയുന്നതാണ്, മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച്. അപ്പോൾ പിശാചിനെ നശിപ്പിച്ച യേശുവിലുള്ള വിശ്വാസമാണ് മരണഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തിയത് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുമ്പോൾ ഈശോ ശക്തി സംഭരിച്ചത് രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചതുകൊണ്ടും പരിഹാരത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ ഈശോ കടന്നുപോയതുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകരുത്. പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. ആ പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ വഴികളിൽ നിന്നും നമ്മൾ അകന്നുപോയാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നത്താലിയ സിസ്റ്ററിനോട്, ഹംഗറിയിലെ മിസ്റ്റിക്കിനോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്നാൽ ജീവിതത്തിൽ കൃപ കിട്ടും. ആ വഴികൾ നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ആഴമായ ആത്മീയമായ അപകടത്തിലേക്ക് ആ ജീവിതങ്ങൾ തകർന്നു പോകും. അതിനെക്കുറിച്ച് ഈശോ ഒരു സംഭവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മേശ നിറച്ച് വിഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ആ വിഭവങ്ങൾ കഴിച്ച അതിൽ ഒരു പുരോഹിതനാകാം, സമർപ്പിതയാകാം, അല്ലെങ്കിൽ ഒരു അൽമായനാകാം, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈശോ പറയുകയാണ്, ഇങ്ങനെ വിഭവങ്ങൾ നല്ല സമൃദ്ധമായ വിരുന്ന് മേശപ്പുറത്ത് ഒരുക്കി വെച്ചു.
അപ്പോൾ ഈ വിരുന്ന് ഈ 3 ഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരാൾ എടുത്ത് കഴിച്ചു, വയറ് നിറച്ച് ഇത് കഴിച്ചു. കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിരുന്ന ഡിസർട്ട്, ഈ പുഡിങ്ങോ ഫ്രൂട്ട് സലാഡൊക്കെ വെച്ചു, അതെടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ ഈശോ പറഞ്ഞു അതെടുക്കണ്ടെന്ന് പറഞ്ഞു. നീ അതെടുത്ത് തിന്നണ്ടെന്ന് പറഞ്ഞു. നല്ല വിഭവസമൃദ്ധമായ സംജോസ് വിരുന്ന് കഴിച്ച് വയറെല്ലാം നല്ല നിറഞ്ഞിരിക്കുമ്പോൾ ഇനി നീ ഡെസേർട്ട് എടുത്ത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞതുകൊണ്ട് കൈ വലിച്ചു, എടുത്ത് തിന്നണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഈശോ പറഞ്ഞ ചിന്തയെ തടുത്തു എന്നാണ് പറയുന്നത്. ആത്മപരിത്യാഗം എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഈ ആത്മപരിത്യാഗം? കർത്താവ് പറഞ്ഞു വേണ്ടാന്ന്, കൈ വലിച്ചു, വേണ്ടാന്ന് വെച്ചു. പക്ഷേ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇതെടുക്കുന്നത്? അങ്ങനെ ഒരു പരിത്യാഗം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കും തോന്നാം. സഭ ഈ നോമ്പ് കാലത്ത് പറയും നിങ്ങൾ മത്സ്യമാംസാദി ഉപേക്ഷിച്ച് അതെല്ലാം നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, അതുപോലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ മാംസവർജ്ജനം നടത്തണം എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഇതെന്തിനു വേണ്ടി? ഒരു മറു ചോദ്യം, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണ്ട, മനസ്സിൽ തോന്നിയാൽ മതി. അങ്ങനെ മനസ്സിൽ തോന്നുമ്പോൾ കർത്താവ് പറയുകയാണ്, നത്താലിയ ശിഷ്യരോട് പറഞ്ഞു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ 7 കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചാൽ എതിർചിന്ത, കർത്താവ് പറയുന്ന ചിന്തയ്ക്ക് എതിർചിന്തയിലൂടെ കടന്നു വരുമ്പോൾ 7 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം, അങ്ങനെ എതിരായിട്ട് ചിന്തിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നാമത് സംഭവിക്കുന്ന കാര്യം, അവൻ്റെ കൃപ ചോർന്നു പോയെന്നാണ് പറഞ്ഞു. അവനിലുള്ള കൃപ അപ്പം തന്നെ ചോർന്നു പോയി. രണ്ടാമത്തെ കാര്യം, കൃപ ചോർന്നു പോകുന്ന അവൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്നത് അലസത. രണ്ടാമത്തെ കാര്യം അലസത എന്ന് പറഞ്ഞാൽ, അതുവരെ കൃപയുണ്ടായിരുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കും, അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന വ്യക്തി, ബൈബിൾ വായിക്കും. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അലസത വന്നു. പള്ളിയിൽ പോക്കി നിർത്തി, പ്രാർത്ഥന നിർത്തി, ഉപവാസം നിർത്തി, അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ആൾ ഞായറാഴ്ച മാത്രമാക്കി, അല്ലെങ്കിൽ എന്നും ബൈബിൾ വായിക്കുന്നവൻ 2 നേരം വായിക്കുന്ന ആൾ 1 നേരം വായിച്ചാൽ മതി നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു. അങ്ങനെ അലസത കയറി. നമുക്ക് അലസത കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം നമ്മൾ ആരോടും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ അറിയാം. ആത്മീയ കാര്യങ്ങളിൽ നിന്നും അലസത വന്ന് ഏതെല്ലാം ലെവലിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം അലസത. മൂന്നാമത്തെ കാര്യം, അലസത പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിനെക്കുറിച്ചുള്ള അശ്രദ്ധ. സ്വന്തം ആത്മാവിനെക്കുറിച്ചുള്ള അശ്രദ്ധ. ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയുള്ളത് കൊണ്ടാണ് ദൂരെ നിന്നും എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കാനും ഇന്ന് ആരാധിക്കാൻ സ്വന്തം ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയുള്ളത് കൊണ്ടാണ്. ആ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ താഴേക്ക് പോയി. ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയുള്ളത് കൊണ്ടാണ് വന്നപ്പോൾ കുമ്പസാരിക്കണം തോന്നി, കുമ്പസാരിച്ചു. ഇനി കൗൺസിലിംഗ് വേണം തോന്നുവാണ്, അതിന് പോയി. ഇനി അല്ലെങ്കിൽ നമ്മൾ ഒരുക്കത്തോടു കൂടി കുർബാന സ്വീകരിക്കുമെന്ന് വിചാരിച്ച് വന്നവരുണ്ട്. അപ്പോൾ ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരുണ്ട്. പക്ഷേ അലസത കയറിയാൽ മൂന്നാമത്തെ കാര്യം, സ്വന്തം ആത്മാവിനെക്കുറിച്ച് അശ്രദ്ധ കയറും. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് ചിന്ത മുഴുവനും ലോകത്തിലെയും അതുപോലെ ജഡികമായ കാര്യങ്ങളിലേക്കും മാറും. ലോകത്തിലേക്കും ജഡത്തിലേക്കും. ലൗകിക കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, പിന്നെ ജഡികമായ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. നാലാമത്തെ കാര്യം, അങ്ങനെ ജഡികമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായി കഴിയുമ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ണുകളിലൂടെ പാപം ഉള്ളിക്കയറാൻ തുടങ്ങും. കണ്ണുകളിലൂടെ പാപം ഉള്ളിക്കയറാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ കാണുന്നത് മുഴുവൻ അശുദ്ധി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ തുടങ്ങും. അപ്പോൾ കണ്ണുകളിലൂടെ അശുദ്ധി കയറാൻ തുടങ്ങും. എങ്ങനെയാണ് അശുദ്ധി കയറുന്നത്? ഒറ്റ ദിവസത്തിൽ ഒരുത്തൻ്റെ ജീവിതത്തിൽ അശുദ്ധി കയറുമോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്ന മുഴുവൻ അശുദ്ധിയായിട്ട് ഒറ്റ ദിവസം കൊണ്ട് വരില്ലെന്നാണ് പറഞ്ഞത്. എവിടെ? കൃപ പോയി കഴിയുമ്പോൾ, അലസത വന്നു കഴിയുമ്പോൾ, ആത്മാവിനെക്കുറിച്ച് അശ്രദ്ധ വരുമ്പോൾ, അതുപോലെ തന്നെ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും വഴികളിൽ മാത്രം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കണ്ണുകളിലൂടെ പാപം ഉള്ളിൽ കയറും. കണ്ണുകളിലൂടെ പാപം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വലിയ ഒരു മാരക പാപം അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വരും. അതിതാണ് വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ സംശയിക്കും.
വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ സംശയിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ പള്ളി വരണം തോന്നുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തോന്നുന്നില്ല, പള്ളി വന്നാൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ തോന്നും, മരത്തിൻ്റെ വന്നിരിക്കാൻ തോന്നും. അതിന് കാരണം എന്താ? വിശുദ്ധ കുർബാനയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ സംശയിക്കാൻ തുടങ്ങി. അതിൽ വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പുറത്തു പോയി നിൽക്കുമോ? കുർബാന സ്വീകരിക്കാതിരിക്കുമോ? ഒരുങ്ങാതെ ഇരിക്കുമോ? അപ്പോൾ ഒരാളെ നമുക്ക് തല്ലി ഒരാളെ പള്ളിക്കകത്ത് കയറ്റാൻ പറ്റുമോ? തല്ലി ഓടിച്ചിട്ട് കയറ്റാൻ പറ്റില്ല. ഉപദേശിച്ചാൽ കയറ്റാൻ പറ്റുമോ? ഉപദേശിച്ചാലും കയറ്റാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് അത് മനസ്സിലാക്കാത്തതിന് കാരണം കണ്ണുകളിലൂടെ പാപം ഉള്ളിൽ കയറി കൃപ ചോർന്നു പോയി അലസമായ ജീവിതം നയിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെയും ജലത്തിൻ്റെയും വഴികളിലൂടെ കടന്നു വന്നു. ആത്മീയമായ അശ്രദ്ധ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കണ്ണുകളിലൂടെ പാപം കയറി അവന് വിശുദ്ധ കുർബാനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് ഇന്ന് ആൾക്കാർ കയറുന്നില്ലെങ്കിൽ അതിനൊരു കാരണം അതാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇത് നത്താലിയ സിസ്റ്ററിലൂടെ ഈശോ പറഞ്ഞ കാര്യമാണ്. അത് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, അവൻ നിത്യനാശത്തിൻ്റെ പാതയിലായി എന്നുള്ളതാണ് 7ാമത്തെ കാര്യം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു പരിഹാരത്തിൻ്റെ അരൂപി, പ്രായശ്ചിത്തത്തിൻ്റെ അരൂപി, പ്രാർത്ഥനയുടെ അരൂപി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോയാൽ 7 കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഒറ്റ സുപ്രഭാതത്തിൽ ആരും ദൈവത്തെ ഉപേക്ഷിച്ച് പോയില്ല. ഒറ്റ സുപ്രഭാതത്തിൽ ആരും സഭ വിട്ടു പോകില്ല. പരിശുദ്ധമായി നടന്നു പോകില്ല. അതിന് പിന്നിൽ 6ഓളം നിത്യനാശത്തിൻ്റെ വഴിയിലൂടെ ഒരുവൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ 6ഓളം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് പരിഹാരം, പ്രായശ്ചിത്തം, അതുപോലെ തന്നെ ജീവിത പരിവർത്തനത്തിൻ്റെ വഴികളിൽ നിന്നും അകന്നു കഴിയുമ്പോൾ കൃപ ചോർന്നു. 1ാമത്തെ കാര്യം കൃപ ചോർന്നു എന്ന് പറഞ്ഞേ. കൃപ ചോർന്നു. 2ാമത് അലസത വന്നു. 3ാമത് ആത്മാവിനെ കുറിച്ച് അശ്രദ്ധ വന്നു. 4ാമത് ചിന്ത കൂടുതൽ ലോകത്തിലേക്കും ജഡത്തിലേക്കും ചാഞ്ഞു. 5 കണ്ണുകളിലൂടെ പാപം കയറി. 6 മാരകപാപം, വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ സംശയിക്കാൻ തുടങ്ങി. 7 നിത്യനാശം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു വ്യക്തി, അപ്പോൾ ഒരു ഉപവാസം എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, മണിക്കൂറുകൾ ജാഗരണം പ്രാർത്ഥനകൾ പങ്കെടുക്കുന്നത്, ഇതിനൊക്കെ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായ ഉൾക്കരുത്ത് കിട്ടുന്നത്. കർത്താവിൻ്റെ ശക്തിയിലും അവിടുത്തെ പ്രാഭവത്തിലും ബലമുള്ളവരായി മാറണമെങ്കിൽ ഈ പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ വഴികൾ നമ്മൾ പിന്തുടരണമെന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈ നോമ്പുകാലം നമ്മൾ ഈ പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ വഴികൾ നിസാരമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യനാശത്തിൻ്റെ പാതയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. നിത്യനാശത്തിൻ്റെ വഴികളിലൂടെ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങൾ കൂടുതൽ പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ അരൂപി നമ്മുടെ ജീവിതങ്ങളിൽ വളർത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മുന്നറിയിപ്പുകളാണ്, ഇതെല്ലാം കർത്താവ് തരുന്ന മുന്നറിയിപ്പുകളാണ്. ഈ മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് നാശത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഈ നത്താലിയ സിസ്റ്ററിൻ്റെ പുസ്തകത്തിൽ ഭൂലോകത്തിൻ്റെ വിജയരാജി എന്ന് പറയുന്ന പുസ്തകത്തിൽ പരിഹാരത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ പരിഹാര കൃത്യങ്ങളുടെ എല്ലാം വഴിയിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഹംഗറിയിൽ പ്രത്യേകമായിട്ടും ഇങ്ങനെയുള്ള യുദ്ധങ്ങളും അനർത്ഥങ്ങളുമെല്ലാം കടന്നു വന്ന് ദൈവത്തിൽ നിന്നും ദൈവികാര്യങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ പരിഹാരത്തിൻ്റെ വഴികൾ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കണം, ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നെല്ലാം പറഞ്ഞു. ആരും മൈൻഡ് ചെയ്തില്ല. പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട്, അതുപോലെ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈ ശിഷ്യനോട് പറഞ്ഞു, അങ്ങനെയുള്ള പരിഹാര വഴികളിലൂടെ പോകണം എന്ന് പറഞ്ഞു. പലരും നത്താലിക്ക് ഭ്രാന്ത് പിടിച്ചു, നത്താലിയുടെ കുമ്പസാരക്കാരന് ഭ്രാന്ത് പിടിച്ചു, അതുപോലെ തന്നെ ഇത് വിട്ടിത്തരം പറയുന്നതെന്നെല്ലാം വിചാരിച്ചു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഒരു കർദിനാളിന് ഇത് കേട്ട് കഴിഞ്ഞപ്പം, കർദിനാളിൻ്റെ പേര് കാർഡിനൽ മൈൻസെൻറ്റി എന്നാണ്. ഈ കർദിനാൾ ഇങ്ങനെ ഈ
പരിശുദ്ധ മറിയവും ഈശോയും നത്താലിയ സിസ്റ്ററോട് പറഞ്ഞ പരിഹാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിച്ചു. ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് പരിഹാരത്തിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പരിഹാരത്തിന് വേണ്ടി ഒരു കോൺഗ്രിഗേഷൻ, സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചാപ്പൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചാപ്പൽ നിർമ്മിക്കാം, അത് രണ്ട് കാര്യങ്ങൾ അങ്ങനെ തീരുമാനിച്ച് ദൈവജനത്തോട് പറഞ്ഞപ്പോൾ പരിഹാരത്തിൻ്റെ ചാപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്പൽ അവിടെ വന്നിരുന്ന് പരിഹാരം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഉപവാസം എടുത്ത് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള, പരിഹാരം ചെയ്യാനുള്ള ഒരു ചാപ്പൽ പണിയാൻ തീരുമാനിച്ചു. ദൈവജനത്തോട് പറഞ്ഞപ്പോൾ ദൈവജനം എന്ത് ചെയ്തു? ഇത് മുട്ടിന്മേൽ എഴഞ്ഞും കല്ല്, ഈ ചാപ്പൽ പണിയാനുള്ള കല്ലെല്ലാം തലയെ ചുമന്നും അത് മുട്ടിന്മേൽ നിന്ന് എഴഞ്ഞ് കല്ലും ചുമന്നുകൊണ്ടെല്ലാം ഈ ദൈവജനം മുഴുവൻ ഈ ചാപ്പൽ പണിയാൻ വേണ്ടി കൊണ്ടുവന്നു, കല്ല് കൊണ്ടുവന്നു. അപ്പോൾ അതുപോലെ കോൺഗ്രിഗേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു പരിഹാരത്തിന് വേണ്ടി. അങ്ങനെയെല്ലാം തീരുമാനിക്കാനായിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. 3 വർഷം, പക്ഷേ 5 വർഷമാണ്. ഇവർ 5-ാം വർഷത്തിലാണ് വരുന്നത്. അപ്പോൾ ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞു. പിന്നെ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ അടിച്ച് ലെവലാക്കി, കൊലപാതകങ്ങൾ നടത്തി, സഭയുടെ വസ്തുക്കൾ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി, സഭാ സ്ഥാപനങ്ങൾ മുഴുവൻ അവർ കൈയടക്കി. അതുപോലെ തന്നെ വൈദികരെയും അതുപോലെ സന്യാസരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടു. നേരത്തെ ചെയ്യാൻ പറ്റാതെ പോയവർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് ചെയ്യാൻ നിർബന്ധിതരായി. ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളും അതുപോലെ കർത്താവ് നൽകുന്ന പ്രേരണകളും തിരസ്കരിക്കുന്നെങ്കിൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആ ദൈവജനം മൊത്തം ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആർക്ക് എക്സെപ്ഷൻ ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നത്താലിയ സിസ്റ്ററിലൂടെ ഈശോ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിഹാരവും പ്രായശ്ചിത്തവും എല്ലാം നിങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കണം, മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഓരോ നഗരത്തിലുമുള്ള ഓരോ മഠത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും വാതിലിൽ മാത്രമല്ല, ഓരോ വിശ്വാസികളുടെ ഭവനത്തിൻ്റെയും വാതിലിൽ ഇങ്ങനെ എഴുതി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ എഴുതി കാണാൻ എങ്ങനെ? 3 കാര്യം പറയാം. പരിഹാരം, പരിത്യാഗം, ജീവിത പരിവർത്തനം. നിങ്ങൾ വാതിലുകൾ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞത്. പരിഹാരം, പരിത്യാഗം, ജീവിത പരിവർത്തനം എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പം അതുകൊണ്ട് പരിഹാരവും പരിത്യാഗവും ജീവിത പരിവർത്തനത്തിൻ്റെ വഴികൾക്ക് പ്രാധാന്യം നൽകുന്ന താല്പര്യമുള്ളവരെ ഒരുമിച്ച് കൂട്ടാൻ പറയുക. വൈദികർ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അൽമാർ ഒരുമിച്ച് കൂട്ടണമെന്നെല്ലാം ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടും നമുക്കറിയാം, തിന്മ പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബങ്ങളിലേക്ക് തിന്മ വ്യാപിച്ചു, സഭയിലേക്ക് തിന്മകൾ കടന്നു വന്നു. അങ്ങനെ അനേകം പ്രതിസന്ധികൾ സഭാ കൂട്ടായ്മകളും കുടുംബങ്ങളിലും വന്ന് വലിയ ഗുരുതരമായ നാശവഴികളിലൂടെയെല്ലാം ഇന്ന് സമൂഹം മുന്നോട്ട് പോകുമ്പോൾ പരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനും ജീവിത പരിവർത്തനത്തിനും നമ്മൾ പ്രയോറിറ്റി നൽകണം എന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ശക്തി സംഭരിച്ചത് പരിഹാരത്തിൻ്റെ വഴികളിലൂടെ, പ്രാർത്ഥനയുടെ വഴികളിലൂടെയാണ് എന്ന് ഈശോ പറയുക. രാത്രികാലങ്ങളിലുള്ള പ്രാർത്ഥനകളിലൂടെ, അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെയും പരിഹാരത്തിൻ്റെ വഴികളിലൂടെയെല്ലാം ഞാൻ വ്യാപരിച്ചതുകൊണ്ടാണ് രോഗികൾക്ക് സൗഖ്യം നൽകാൻ എനിക്ക് ശക്തി കിട്ടിയത്, മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തി കിട്ടിയത്, പിശാചിനെ ബഹിഷ്കരിക്കാൻ എനിക്ക് ശക്തി കിട്ടിയത് ഈ പ്രാർത്ഥന പരിഹാര വഴികളാണ്. അങ്ങനെയെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് ഈ വചനം കേൾക്കുന്ന നമ്മൾ പിശാചിനെ പുറത്താക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പിശാചുകൾ വിട്ടുപോകണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. തിന്മകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. പരിത്യാഗത്തിൻ്റെതായ വഴികളിലൂടെ, ജാഗരണ പ്രാർത്ഥനകളിലൂടെയെല്ലാം നമ്മൾ കടന്നു വന്നാൽ മാത്രമേ ഇനി നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം.
മർക്കോസിൻ്റെ സുവിശേഷം 9:29 പറയുന്നുണ്ടല്ലോ, ഈ വർഗം പ്രാർത്ഥന കൊണ്ടല്ലാതെ വിട്ടുപോകില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഈശോ പറയുകയാണ്, പ്രാർത്ഥന ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പിശാചുകൾ വിട്ടുപോകില്ല എന്ന് ഈശോ പറയുകയാണ്. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ, അതുപോലെ നമ്മുടെ സമൂഹങ്ങളിൽ, സഭയിൽ നിന്നുമെല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ വിട്ടുപോകാൻ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിഹാരത്തിൻ്റെതുമായ വഴികളിലൂടെ ഏറെ ദൂരം നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ഇതുവരെ എല്ലാം നടന്നതുപോലെ ഇനിയും നടക്കുമെന്ന് വിചാരിച്ചേക്കരുത്. ഇതുവരെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോയി എന്ന് വിചാരിച്ച് ഇനി അങ്ങനെ പോകില്ല എന്ന് ഈശോ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എഫേസൂസ് 6:10 ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രത്യേകമായിട്ടും പഠിപ്പിക്കുന്ന കാര്യം അതാണ്. അവസാനമായി നിങ്ങൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുറ്റവരായിരിക്കുവിൻ. എന്നിട്ട് വചനം പറയാം, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആയുധം ധരിക്കാനുള്ള വഴിയാണ് ഈ പ്രാർത്ഥനയുടെ, പരിഹാരത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, ദൈവവചനമാകുന്ന വാളെടുക്കുന്നത്. ഇതെല്ലാം എന്ന് ദൈവവചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ, കർത്താവിനെ പോലെ നമ്മുടെ ജീവിതങ്ങൾ ശക്തി നിറഞ്ഞ ജീവിതങ്ങൾ, ആത്മാവ് നയിക്കുന്ന ജീവിതങ്ങളായി മാറാൻ നമുക്ക് ഈ പ്രത്യേകമായിട്ടും ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് ഒരു ബോധ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റിരുന്ന് 2 കരങ്ങളും ഉയർത്തി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയുടെ പ്രാഭവം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിച്ചു. ഈശോ ശക്തി സംഭരിച്ചതുപോലെ നമുക്കും ശക്തി ആത്മീയ മേഖലകളിൽ കരുത്ത് നേടാൻ ആഗ്രഹിച്ചു. 2 കരങ്ങളും ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. പിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന.